ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഞാനും പിന്നാലെ പോയതാണ്. ഈ കുട്ടിയുടെ കാലിലെ മുറിവ് വേണ്ടി ഇവനോട് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്, കുട്ടിയുടെ കാലിലെ മുറിവ് എന്താ? സിഗരറ്റ് കുറ്റി വെച്ച് കുത്തിയതുപോലുള്ള പാടായിരുന്നു. ഏകദേശം 6ഓളം പാടി ഈ കുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ചൂടുവെള്ളം വീണത് എന്നാണ് പറയുന്നത്. വീണ്ടും ഞാൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവൻ കരഞ്ഞ് അഭിനയിച്ച് അതിനുശേഷം ഇവിടുത്തെ മറിയം ഹോസ്പിറ്റലിലെ ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെന്ന്. അതിനുശേഷമാണ് റെഫർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഇവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റാനുള്ള തന്ത്രപ്പാടാണ് അവൻ ചെയ്തത്. അതായത് ഈ കൂടെ നിൽക്കുന്ന ഈ നാട്ടുകാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. കുട്ടിക്ക് ചോറ് കൊടുത്തപ്പോൾ ഈ കുട്ടി വൊമിറ്റ് ചെയ്ത് ഛർദ്ദിച്ചു മരണപ്പെട്ടു എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ഇവന്റെ അളിയൻ അൻസൽ എന്ന് പറയുന്ന ഇവന്റെ അളിയൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്, കയറി വരുമ്പോൾ ഈ കുട്ടി കണ്ണ് രണ്ടും അടച്ച് തല കുമ്പിട്ട് കിടക്കുന്ന കുട്ടിക്ക് അവൻ ചോറ് വാരി കൊടുക്കുകയാണ്. അതായത് അവൻ കുട്ടിയെ മുൻപേ കൊന്നിട്ട് ചോറ് കൊടുത്തപ്പോൾ മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ഇവന്റെ അളിയനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇവൻ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. രാവിലെ ബ്രേക്കിംഗ് ഹൗസ് വായിക്കുമ്പോഴാണ് അഷ്കർ എന്ന മനുഷ്യരൂപമുള്ള ഷെയ്ത്താനുമായി തെളിവെടുപ്പ്. നിയമവ്യവസ്ഥയോട് ബഹുമാനമുള്ള മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയെ നാട്ടുകാർ കൈവെക്കുന്നത് കണ്ടാൽ തോന്നേണ്ടത് തെറ്റ് എന്ന വികാരമാണ്. പക്ഷേ പോലീസിന് വട്ടം ചാടിയ ഒരു ചേട്ടൻ അവന്റെ മൂക്കാമ്പട്ട തീർത്ത് ഇടിച്ചത് കണ്ടപ്പോൾ സത്യമായും തോന്നിയത് സന്തോഷമാണ്, തോന്നിക്കൂടാ അപൊക്കമാണ്. നാളെ സ്കൂൾ തുറക്കുമ്പോൾ കൊണ്ടുപോകേണ്ട ബുക്കും പുസ്തകങ്ങളും ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിയുന്ന മകളെ കണ്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ഒരു അച്ഛന്റെ വൈകാരികത കീഴടക്കിയതാണ്. സന്തോഷം പാതകമെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണം. 1.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ്. ഏതോ പ്രേത സിനിമയിൽ കാണും പോലെ വാടകയ്ക്കെടുത്തൊരു ചെകുത്താൻ വിലാസം വീട്ടിൽ ആ കുഞ്ഞ് ഓരോ ദിവസവും അനുഭവിച്ച യാതനകൾ ഏറെ അതിക്രൂരമായിട്ട് ഈ ചിത്രവധം ചെയ്ത് കൊല്ലുക എന്ന് പറയുന്ന പോലെ ആ കുഞ്ഞിനെ ഇത്രയേറെ ദ്രോഹിക്കാൻ എങ്ങനെ കഴിയുന്നൊന്നാണ്. 51 മുറിവ് ആ കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടെന്ന് പറയുമ്പോൾ 1.5 വയസ്സുള്ള കുഞ്ഞനുഭവിച്ച യാതന ഇത് കണ്ടോ. ഈ പെണ്ണ് സ്നേഹിച്ച് വിവാഹം കഴിഞ്ഞ് അവിടെ ഭർത്താവ് അവിടെ പ്രഗ്നൻ്റായി 3 മാസം ഉണ്ടായപ്പം ആത്മഹത്യ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ള ആളെ കൊടുത്ത് പോയതും. അവനാണെങ്കിൽ ഒരു പരമദുഷ്ടനും. അവൻ്റെ ഒറിജിനൽ ഭാര്യേനെ തലയ്ക്കൊക്കെ അടിച്ചും കോമ സ്റ്റേജിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. ചെല്ലം പോലൊരു പെൺകുഞ്ഞ് അല്ലേ. ഇവനെ കണ്ട ആരെങ്കിലും പറയും ഇവൻ ഇത്രയേറെ ഒരു സൈക്കോ ആണെന്നുള്ള കാര്യം. എന്നാലും ഒരു സ്വന്തം ചോരയിലുള്ള കുഞ്ഞിനെ ഇതുപോലെ ഉപദ്രവിക്കാനായിട്ട് ഏതമ്മ വെച്ച് കൊടുക്കുന്നതാണ്. ദുഷ്ടയുടെ മനസ്സുള്ളൊരു പിശാചിനികളാണ് ഇങ്ങനെയുള്ള ദുരിതത്തിന് മക്കളെ വിട്ടുകൊടുക്കുന്നത്. ആ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ 51 മുറിവുകളെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന് ചിത്രവധം ചെയ്താണ് അവൾ കൊന്നു കളഞ്ഞത്. അവൻ ആ സിഗരറ്റ് കൊണ്ട് ആ കുഞ്ഞിനെ ദേഹത്ത് പൊള്ളിക്കുമെന്ന് പറയുമ്പോഴേ എങ്ങനെയാ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ എത്രയേറെ ദുരിതം അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഈ അഖിലേന്ന് പെൺകുട്ടിയുടെ ചിത്രവധം കാരണമായിരിക്കണം അവളുടെ ഭർത്താവ് മരണപ്പെട്ടത്. അതുകൊണ്ട് ഈ പ്രായത്തിലൊക്കെ ഉള്ള വിവാഹം കഴിഞ്ഞിട്ടുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ മാതാപിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കും. നിങ്ങളുടെ മക്കൾക്കിടയിൽ വരുന്ന ചെറിയ ചെറിയ പിണക്കങ്ങൾ അവർ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിക്കട്ടെ. അതല്ലെങ്കിൽ അവർ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ നല്ല കെയർ കൊടുത്ത് ജീവിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതല്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടി ഈ ഒരു വാക്കും പറഞ്ഞാൽ കേൾക്കാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ച് എടുക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ ആൺകുട്ടിയുടെ ആയാലും പെൺകുട്ടിയുടെ ആയാലും വീട്ടുകാർ ആ കുഞ്ഞിന് എത്രമാത്രം ചോദിച്ചു മോഹിച്ചു കൊടുത്തിരുന്നെങ്കിൽ 4 ജീവനെങ്കിലും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ ഒരു ദുഷ്ടയായ ഒരു സ്ത്രീയുടെ കൈകളിലേക്ക് ഈ പിഞ്ചു കുഞ്ഞ് എത്ര കാലം ഇത്ര നരകയാതന അനുഭവിച്ചു എന്ന് പറയുമ്പോഴേ ഭയങ്കര ഒരു സങ്കടമാണ്. ഈ പെണ്ണിനെയും ആ ചെറുക്കനെയും രണ്ടിനെയും ഈ കുഞ്ഞിൻ്റെ ദേഹത്തിൽ സിഗരറ്റ് പാട് വന്നതുപോലെ സിഗരറ്റ് കത്തിച്ച് ഇവിടെ എല്ലാം പ്രൈവറ്റ് പാർട്ടിൽ നന്നായിട്ട് പൊള്ളിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ രണ്ടിൻ്റെയും സൂക്കേട് അതോടെ തീരുള്ളൂ. അതിന് ജയിലിൽ പോകുമ്പോൾ നല്ല ഒന്നാന്തരം ഭക്ഷണവും കൊടുത്ത് നല്ല ലക്ഷപ്രഭുവാക്കി രണ്ടിനെയും ഇറക്കി വിടുമല്ലോ. അപ്പം വന്നിട്ട് വീണ്ടും ഇതുപോലെ സുഖമായിട്ട് ജീവിക്കാം.
ഈ ഒരു ചിത്രവധം ചെയ്ത് കൊലപ്പെടുത്തിയൊക്കെ വരുന്നവർക്ക് നല്ല കഠിനമായ പണിഷ്മെൻ്റ് കൊടുക്കണം. അതുപോലെ തന്നെ നല്ല ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണോ അവർ മറ്റുള്ളവർ ചിത്രവധം ചെയ്തത് അതുപോലെയുള്ള നല്ല പണിഷ്മെൻറ്റും ഇവർക്കും കൊടുക്കണം. ആ സിഗരറ്റ് പൊള്ളിച്ചതുപോലെ തന്നെ അവരുടെയും ശരീരത്തിൽ പൊള്ളിക്കണം. ആ കുഞ്ഞിന് എന്തുമാത്രം ഉപദ്രവിച്ചു എന്നൊരു പിഞ്ചു കുഞ്ഞ് 1.5 വയസ്സുള്ള പപ്പു കുഞ്ഞിനെ പിടിച്ചിട്ട് ഇതുമാത്രം ഉപദ്രവിക്കണമെങ്കിൽ പിശാചും ഇതിപ്പോൾ അവർ കേൾക്കില്ല. പക്ഷേ എങ്കിലും ഈ ഭർത്താവ് ഇരിക്കുക, ഭാര്യ ഇരിക്കുക, അവിഹിതം തേടി പോകുന്ന ആൾക്കാരും ഒരു പക്ഷേ ഇതിനകത്തുണ്ടാവും. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നാളെ ഇതുപോലെ ദുരിതം വരാതിരിക്കുക. അതുപോലെ തന്നെ ഈ പരസ്പരം ചതിയിലൂടെ നിങ്ങൾ നേടുന്ന സുഖം സന്തോഷവും അതെല്ലാം നഷ്ടപ്പെടുന്ന സമയം വരും. അന്ന് ദുഃഖിച്ചിട്ടോ ദുരിതപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. സന്തോഷവും സമാധാനമുള്ള ജീവിതത്തിന് അല്പം ത്യാഗവും വേണം. അല്ല ഭർത്താവ് പണിക്ക് പോകുമ്പോൾ ഭാര്യ കണ്ടവന്മാരെ വിളിച്ച് ഇൻസ്റ്റയിലും കയറി ഇരുന്ന് ഫോൺ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. എൻ്റെ ഭാര്യ അങ്ങോട്ട് നോക്കാൻ മാറാൻ നിൽക്കിയിരിക്കും. അടുത്ത് ഓടി വന്നിട്ട് അവരും അതിനകത്തോട്ട് കയറി മറ്റൊരാൾക്കാരോടും ഫോൺ വിളിക്കുക, സംഘാത്തം കൂടുക എന്ന് പറഞ്ഞ അവിഹിതത്തിലോട്ട് പോകുന്ന പരിപാടി വച്ച് നിർത്തിയ നിങ്ങൾക്ക് തന്നെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവനാണ്, നിങ്ങളുടെ 10 മാസവും നിങ്ങൾ കൊണ്ട് നടന്ന് ചുമന്ന് പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഇതുമാതിരി ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കാനെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷെ ശിക്ഷ കൊടുക്കാം. ഈ പരുവത്തിൽ പപ്പു കുഞ്ഞിനല്ല ശിക്ഷിക്കേണ്ടത്. ഇത് മുതിർന്ന കുഞ്ഞുങ്ങൾ തമ്മിൽ പരസ്പരം അടിയും പിടിയും ബഹളവും പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരണയില്ല എന്ന് പറയുമ്പോൾ 2 പൊട്ടിയിൽ കൊടുക്കണം. അതിങ്ങനെ കൊല്ലുന്നത് കൂട്ടല്ല. മുട്ടിന് താഴോട്ടെ ഒരു കമ്പെടുത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ നേരെ ചുവ വരും. അനുസരണയിൽ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ അതിൽ സ്നേഹവും കൂടെ വേണം. അച്ഛനും അമ്മയ്ക്കും മക്കളോട് സ്നേഹമായിട്ട് ശാസിക്കാനും പറയാനും ഉള്ള അവകാശവുമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള ധൈര്യവും വേണം. കുഞ്ഞിനെ നേരെ ചുവ വളർത്താൻ അങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഈ പപ്പു കുഞ്ഞിനെ കടിക്കുക ഇങ്ങനെ എത്രയോ എണ്ണം നമ്മുടെ ചുറ്റിനുണ്ടെന്നറിയാമോ? നിങ്ങൾക്കും അറിയാൻ പറ്റുമായിരിക്കും. ഞാനൊക്കെ എന്തോരം അനുഭവിച്ചത് കുഞ്ഞിലെ. പക്ഷേ ഈ ആ സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുക, കൈ തല്ലി ഓടിക്കുക, എൻ്റെ പിന്നെ കുഞ്ഞിൻ്റെ തലയൊക്കെ തല്ലി പൊളിക്കുക എന്ന് പറയുമ്പോഴേ എന്നാലും ഇവനിത് എങ്ങനെ സാധിച്ചു? അവനവൻ്റെ ഭാര്യനെ കണ്ടില്ലേ തലയെ പിടിച്ച് ഭിത്തിയിലിടിച്ച് ആ കുഞ്ഞിനെ കോമയിലാക്കി. ദുഷ്ടനായ ഒരുത്തനോടൊപ്പം ഇവളിവ ജീവിക്കണമെങ്കിൽ ഒരുപക്ഷെ ഇവളും അതിന് കാരണക്കാരിയാവും. ഇവൾക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ്റെ ഭാര്യയോടും ചെയ്തത്. ഇവർ രണ്ടുപേരും അവിഹിതമൊക്കെ അറിഞ്ഞതുകൊണ്ടായിരിക്കും അവളുടെ ഭർത്താവും ആത്മഹത്യ ചെയ്തത്. എന്ത് കഷ്ടമെന്ന് നോക്കിക്കോളണം. ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്ന് പറയുന്നത് പക്ഷേ ഇതായിരിക്കും. കുഞ്ഞിനെ കാണുമ്പോണ്ടല്ലോ വല്ലാത്തൊരു വിഷമം കൂട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഈ ബന്ധങ്ങളിൽ ചെന്ന് തല വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞ് മാന്യം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കുക. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നല്ലത്. ഇപ്പം ഞാനൊരു വീഡിയോ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് എന്താണ് അഭിഗത്തിൻ്റെ കണപ്പോട് കാര്യം മറ്റേ മറിച്ചെന്നുണ്ടും മെസ്സേജ് ഇട്ടിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവരോടാണ് നേരെ ചൊവ്വ ജീവിക്കാൻ പറ്റും. അല്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്നവരോട് ഒരു കാര്യവും പറയുന്നില്ല. നിങ്ങളുടേതായിട്ടൊരു ജീവിത സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന അത്രയേ ഉള്ളൂ. 51 മുറിവ് ഒരു 1.5 വയസ്സുള്ള പിഞ്ചിൻ്റെ ശരീരത്തിനുണ്ടാകുക എന്ന് പറയുമ്പോൾ അമ്മമ്മോ. പിന്നെ ചില അമ്മമാരുണ്ട് കേട്ടോ, പെൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇങ്ങ് പോരെ എന്ന് പറഞ്ഞ് വിളിച്ചും ഈ ആവശ്യമില്ലാത്ത ഇങ്ങ് പോരെ എന്ന് വിളിച്ചും ഭാര്യ ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിന് തുരങ്കമിട്ട് നിന്നെ ഞാൻ പഠിപ്പിച്ചതല്ലേ, നീ വന്ന് ജോലി ചെയ്യും, നിൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇളക്കി വിടും. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള
വാക്കുകൾ കേട്ട് സ്വന്തം കുടുംബജീവിതം തകർത്ത് തല്ലി കെടുത്തി കളഞ്ഞിട്ട് ഈ ആവശ്യമില്ലാത്ത ഈ സ്വഭാവത്തിൽ ആവശ്യമില്ലാത്ത ഈ കൂട്ടുകെട്ടുകളിൽ ബന്ധങ്ങളിൽ അവിഹിതത്തിൽ ചെന്ന് തല വെക്കല്ലേ. അല്ല, അമ്മ ജീവിച്ച രീതി കണ്ടുപഠിക്കുക, അല്ലെങ്കിൽ അപ്പൻ ജീവിച്ച രീതി കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പനും അമ്മയും മോശമായിട്ട് ജീവിച്ച് പണം സമ്പാദിക്കുന്നത് കണ്ടിട്ട് മക്കൾ അങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞ് മക്കളെ ഉപദേശിക്കുന്ന അമ്മമാരും അപ്പന്മാരും ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. മക്കളെ ജീവിക്കാൻ അനുവദിക്കുക, അവരാ ജീവിക്കട്ടെ, നന്നായിട്ട് ജീവിക്കുക എന്നുള്ളത് അത് കാണുമ്പോൾ സന്തോഷപ്പെടാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അല്ല, അപ്പനും അമ്മയ്ക്കും മരുമക്കളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് മക്കളോട് നീ അവളെ കൊണ്ട് ഉപേക്ഷിക്കുക, നീ അവനെ കൊണ്ട് ഉപേക്ഷിക്കുക, നിനക്ക് ചേർന്നതല്ല, അത് പോട്ടെ, നിനക്ക് അടുത്ത് വേറെ ഒന്നും ഉണ്ടായിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കൊച്ചുങ്ങളുടെ ജീവിതം കൂടെ നരകയാതനയിലേക്ക് ആക്കരുത്. അത്രേ പറയാവുള്ളൂ. ആ പിഞ്ചു കുഞ്ഞിനെ കണ്ടില്ലേ ഉപദ്രവിച്ചത്? നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുമ്പോൾ കുഞ്ഞുങ്ങളോടല്ല നിങ്ങളുടെ ദേഷ്യം തീർക്കാവുള്ളൂ. ചില ആൾക്കാരുണ്ട്, ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങളുടെ മേലിൽ എൻ്റെ ദേഷ്യം തീർക്കും, എടുത്ത് തള്ളിയിടും, കുഞ്ഞിനെ കിട്ടുന്നത് വെച്ച് അടിക്കും. നിങ്ങളുടെ പരസ്പരം തമ്മിലുള്ള പിണക്കത്തിന് എന്തിനാണ് കുഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങുന്നത്? നിങ്ങളുടെ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള യന്ത്രമാണ്. നിങ്ങൾ ജനിപ്പിച്ചു, സത്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കുമ്പോൾ അത് പിഞ്ചാണ് എന്ന് നിങ്ങൾക്ക് അറിവില്ലേ? അത് നിങ്ങൾ അറിയണം. പിന്നെ മുതിർന്ന കുഞ്ഞുങ്ങളോട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാഷ തീർക്കാൻ പോവുമോ? തിരിച്ച് അതുപോലെ മേടിച്ച് തലയെ തല്ലി പൊളിക്കുന്നു നിങ്ങൾക്കറിയാം. അപ്പം എന്താണ് ഇങ്ങനെ നമുക്ക് പറയേണ്ട സാഹചര്യം? ഇങ്ങനെ ഓരോ അനുഭവം കാണുമ്പോഴും പറഞ്ഞു പോകുന്നതാണ്. എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.